സ്ക്രീൻ ക്രാഫ്റ്റ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന്. പലരും ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഗാർഡ് മേടിക്കുക, അല്ലെങ്കിൽ ഫോൺ കവർ മേടിക്കുക. സ്ക്രീൻ ഗാർഡ് മേടിച്ച് കഴിഞ്ഞാൽ പലരും അടുത്തുള്ള മൊബൈൽ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും ആയിരിക്കും സ്ക്രീൻ ഗാർഡ് മേടിക്കുക. അപ്പോൾ അത് അവിടെ തന്നെ ഒട്ടിക്കും. ചിലർ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തിട്ട് അതുകൊണ്ട് മൊബൈൽ ഷോപ്പിൽ കൊടുത്ത് അങ്ങനെ ഒട്ടിക്കും. പിന്നെ വേറെ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ഷോപ്പ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒട്ടിക്കുമ്പോൾ പലർക്കും നല്ല ഉഗ്രം പണിയിട്ടുണ്ട്. ഒട്ടുന്നതൊക്കെ സൈഡിലോട്ട് മാറിപ്പോവുക അങ്ങോട്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ തെറ്റൊന്നും വരാതെ എങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പം കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇപ്പം തന്നെ താഴെ പോയി ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോയെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഇതാണ് ചെറിയ അൺബോക്സിങ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ആ സ്ക്രീൻ ഗാർഡ്. അപ്പോൾ ഈ കമ്പനി എന്ന് പറഞ്ഞാൽ പോപ്പിയോ എന്നാണ് കമ്പനിയുടെ പേര്, ടെമ്പേർഡ് ഗ്ലാസ് സ്ക്രീൻ പ്രൊട്ടക്ടർ. അപ്പം അതിൻ്റെ MRP കിടക്കുന്ന 599 രൂപയ്ക്കാണ്. അപ്പം ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ 150 രൂപയ്ക്കാണ്. അപ്പം ആമസോണിൽ നിന്ന് ഞാൻ ഷോപ്പ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്, ആൻറ്റി ഫിംഗർ പ്രിൻ്റ് ആണ്. ആൻറ്റി ഫിംഗർ പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സാധാരണ സ്ക്രീനെ തൊടുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ആ പാട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പാട് കാണും. ആ പാട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം ജസ്റ്റ്. അപ്പം ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതാണ് സ്ക്രീൻ ഗാർഡ്. അപ്പോൾ ഇതാണ് സ്ക്രീൻ ഗാർഡ്. ഇത് നമുക്ക് തൽക്കാലം ഇവിടോട്ട് മാറ്റി വെക്കാം. അപ്പം എന്തോ ഒരു പേപ്പർ കൂടെ ഉണ്ട് ഒട്ടിക്കുന്നത് നമുക്ക്. അപ്പം ഇങ്ങനത്തെ സാധനം കിട്ടും, പിന്നെ ഇതുപോലത്തെ കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തെ ഇത് റിമൂവ് ചെയ്യാം. ഇത് Redmi 4A ആണ്. അപ്പം നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യേണ്ട പതുക്കെ ഇവിടുന്ന് ഇങ്ങനെ, ഇത് പൊട്ടിയതാണ് മൊത്തം, ഇളക്കാൻ പാടാണ്. ഇതിൻ്റെ ഗ്ലാസ് പീസ് വീഴുമ്പോൾ സൂക്ഷിക്കാം. പിന്നെ നിങ്ങളിത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈ മുറിയാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചാണ് ഇതെടുക്കാൻ. ഇങ്ങനെ പതുക്കെ എടുക്കാം. എയർ ബബിൾ നമുക്ക് പോകുന്നതാണ്. എയർ ബബിൾ പതുക്കെ ഇതിനെ കളഞ്ഞെടുക്കാൻ സൂക്ഷിച്ചാണ് ഇതെടുക്കാൻ. പതുക്കെ ശ്രദ്ധിച്ച് വളരെ തിരിക്കാം. പതുക്കെ ഇപ്പോൾ ഇത് ഇളക്കിയിട്ടുണ്ട്. ഇത് മൊത്തം വേസ്റ്റായി. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഇതുപോലൊരു കോട്ടൺ തുണി കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടയ്ക്കാം. ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക. അത് തുടച്ച് അതിനുശേഷം നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെറ്റ് വൈപ്പ് 1 ഇതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് എടുക്കാം. അപ്പോൾ ഇത് എടുത്തു കഴിയുമ്പോൾ ചെറിയൊരു ഇതിനൊരു വെറ്റ് കാണും. അപ്പോൾ നമ്മൾ തുടങ്ങും. ആൽക്കഹോൾ കണ്ടൻ്റാണിത്. നല്ലതായിട്ട് തുടർച്ചയായിട്ട് 2 മിനിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്മൾ അടുത്ത വൈപ്പ് 2 അടുത്ത ചെയ്യേണ്ടതെന്ന് ഡ്രൈ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാം. അപ്പം നമുക്കെടുക്കാം.
ഈ പ്രോസസ്സ് ഒരു 2 മിനിറ്റ് തുടരുക. ഏകദേശം ഒരു 3 മിനിറ്റ് തുടച്ച് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ സ്ക്രീൻ ഗാർഡ് ജസ്റ്റ് ഒന്നെടുത്ത് പതുക്കെ ഒന്നെടുത്ത് വേണം. ഇവിടെ ഇറക്കി കാണാം. അപ്പോൾ നമുക്കൊന്ന് വെച്ച് വേണം. പരുവാണോന്നറിയാം. ഇപ്പോൾ ഇത് കറക്റ്റാണ്. നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഇതുപോലത്തെ സ്റ്റിക്കർ ഇട്ട്. അപ്പോൾ നമുക്ക് 3 സ്റ്റിക്കർ, ഈ 3 സ്റ്റിക്കറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണെന്ന് വെച്ചാൽ ഇത് 3 എണ്ണം ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. എടുത്തിട്ട് ഇത് കറക്റ്റ് ക്ഷമിക്കണം, ഇത് തിരിച്ചാണ്. എന്നൊന്ന് ഇതെടുക്കാം. ആദ്യത്തെ സ്റ്റിക്കർ ആക്കുക. നമ്മൾ ആ സ്റ്റിക്കർ ഇളക്കിയതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്യുക. അതിനുശേഷം കറക്റ്റായിട്ട് നമുക്ക് നോക്കിയിട്ട് ടൈറ്റായിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റിക്കർ ഇളക്കി എടുക്കുക. കറക്റ്റ് ഒന്നുകൂടെ ലെവൽ ചെയ്യുക. ഇപ്പോൾ കറക്റ്റായി. കറക്റ്റായി നല്ല ശ്രദ്ധിച്ച് നമ്മൾ നോക്കണം. എക്സാമിൻ ചെയ്തതിന് ശേഷം കറക്റ്റായി ജസ്റ്റ് തൊട്ടിച്ച പോലെ നല്ലോണം പ്രസ് ചെയ്ത് ടൈറ്റ്ലി കഴിഞ്ഞു. ഇപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇത് ജസ്റ്റ് ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ ശേഷം അതങ്ങ് മാറ്റുക. മൂന്നാമത്തെ ഇത് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് എല്ലാം കറക്റ്റാണെന്ന് ഇട്ടോളാം. ശേഷം ഇതിലോട്ട് ഒന്നൊട്ടിക്കാം. ഇവിടെ ഈ ഭാഗത്ത് എന്നിട്ട് അതിന് ശേഷം പൊക്കണം. നമുക്ക് പൊക്കിയതിന് ശേഷം നമുക്കിങ്ങനെ ഇളക്കി മാറ്റാവുന്നതാണ്. പിന്നെ ഇളക്കി മാറ്റിയതിന് ശേഷം വളരെ ശ്രദ്ധിക്കുക, പൊട്ടിപ്പോകാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാതെ എയർ ബബിൾ ഇങ്ങനെ പോകുന്നത്, എയർ ബബിൾ സൈഡിലോട്ട് വന്ന് ഇപ്പോൾ കറക്റ്റായിട്ട് ഒട്ടിയെന്ന്. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ മൈന്യൂട്ട് ഡസ്റ്റ്
പൊട്ടാതാണോ? നോക്കും ഇപ്പം തന്നെ. ഈ ഒട്ടിച്ച സ്റ്റിക്കറൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഒരു എയർ ബബിൾ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നല്ല ക്ലീൻ പെർഫെക്റ്റ് ആയിട്ടാണ് ഒട്ടിയിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളോടൊരു കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.